ഇക്കാര്യത്തിൽ ലീഗിന്റെ കൊടി ഉപയോഗിക്കാത്തത് അല്ലെങ്കിൽ അങ്ങനെ വെറുതെ നിസ്സാരവൽക്കരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതായത് ഒരു പോരാട്ടം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഫൈറ്റ്. ആ ഫൈറ്റിൽ വേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ക്ലാരിറ്റി ആൻഡ് കൺസിസ്റ്റൻസിയാണ്. ഇത് രണ്ടും യുഡിഎഫിനുള്ളിൽ കോൺഗ്രസിന് ഇല്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. കാരണം ലീഗിന് കൃത്യമായി സിഎഎയിൽ എടുക്കേണ്ട സ്റ്റാൻഡ് എന്താണ് എന്ന് അവർക്ക് ക്ലാരിറ്റി ഉണ്ട്. അതിൽ അവരുടെ നിലപാടെന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് നിലപാടാണ്. അതേ കൺസിസ്റ്റൻസി കേരളത്തിൽ ഞാൻ കാണുന്നത് ഏതായാലും ഇടതുപക്ഷത്താണ്. ആ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കോൺഗ്രസിനില്ല. അല്ലെങ്കിൽ ആ ക്ലാരിറ്റി തോട്ട് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന കോൺഗ്രസ്. അതാണ് ആദ്യം നമ്മൾ കാണേണ്ടത്. എവിടെയൊക്കെയാണ് കോൺഗ്രസ് പിന്നോട്ട് പോയത്, അല്ലെങ്കിൽ കോൺഗ്രസ് കൃത്യമായ സ്റ്റാൻഡ് എടുക്കേണ്ട ഘട്ടങ്ങളിലൊക്കെ അതിലൊന്നും മുന്നോട്ട് വരാൻ കഴിയാതെ, അല്ലെങ്കിൽ മുന്നോട്ട് വന്നാൽ മറുഭാഗത്ത് കയ്യിലുള്ളത് പോകുമോ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചു നിൽക്കുന്ന ഒരു കോൺഗ്രസിനെ നമ്മൾ കേരളത്തിൽ കാണാതെ പോകരുത്. അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അവിടെയാണ് LDFന്റെ അല്ലെങ്കിൽ CPIMന്റെ സാധ്യത നിൽക്കുന്നതും. ഇപ്പോൾ നോക്കൂ, 13 സംസ്ഥാനങ്ങളിലായി 88 മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുത്ത് നടക്കുന്നത്. അതിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അത് NDAക്കാണ്. NDAയുടെ കയ്യിൽ 62 സീറ്റുകളുണ്ട്. ഇന്ത്യ ബ്ലോക്കിന്റെ കയ്യിൽ കേരളത്തിൽ നിന്നുള്ളത് കൂടി കൂട്ടിവെക്കുമ്പോൾ ആകെയുള്ളത് 25ആണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് ഇന്ത്യ ബ്ലോക്കിന് കൂടുതൽ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം മത്സരിക്കുകയാണ്. CPIM എന്തായാലും ഏകോപന സമിതിയിലൊന്നുമില്ല. അപ്പോൾ ഇന്ത്യ ബ്ലോക്ക് എന്തായാലും നമുക്ക് ആസ് എ ഹോൾ കൂട്ടാം. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു സൗഹൃദ മത്സരമാണോ, അതിനാണോ ഞങ്ങൾ വോട്ട് ചെയ്യേണ്ടത്, അതോ രണ്ട് ഐഡിയോളജികൾ തമ്മിലുള്ള മത്സരത്തിനാണോ വോട്ട് ചെയ്യേണ്ടത് എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നത് കാണാതെ പോകരുത്. അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് തമസ്കരിച്ചാൽ അത് വലിയ വിഡ്ഢിത്തമായിരിക്കും. കാരണം ഇതൊരു രാജ്യത്തെ തെരഞ്ഞെടുപ്പാണ്. ഒരു രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അവിടെ ഒരു സംസ്ഥാനത്ത് വന്ന് പരസ്പരം മത്സരിച്ചിട്ട് പിന്നീട് ഇവർ ചേർന്ന് ഒന്നിച്ചു പോകും എന്ന് പറയുന്നതിനെ ഞാൻ വിശ്വസിച്ചേനെ എപ്പോൾ രാഹുൽ ഗാന്ധി കണ്ണൂരിൽ വന്ന് പിണറായി വിജയനെ കേസെടുത്ത് ജയിലിലാക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ. അതായത് സ്വന്തം മുന്നണിയുടെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി, ഇന്ത്യ മുന്നണിക്ക് എത്ര മുഖ്യമന്ത്രിമാരുണ്ട് എന്നത് കൂടി ആലോചിക്കേണ്ടതുണ്ട്. അതിലൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ പിടിച്ച് അകത്തിടണം, എന്ത് കേസാണ് എനിക്കെതിരെ ഉള്ളത് എന്ന് പിണറായി വിജയൻ തിരിച്ചു ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് മറുപടിയില്ല. എത്ര മോശം പരാമർശമാണ് രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയത്. അത് ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ കുറവ് തന്നെയാണ്. അങ്ങനെ പക്വതയില്ലാത്ത ഒരു പരാമർശം നടത്തുന്ന ഒരു നേതാവിന്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിക്ക് എത്ര മതേതര മൂല്യം ഉയർത്തിപ്പിടിച്ചാലും ഒരു കൺസിസ്റ്റൻസി ആൻഡ് ക്ലാരിറ്റി ഇൻ തോട്ട് ഇല്ല എന്നുള്ളത് ജനത്തിന് ബോധ്യമായി. കാരണം സ്വന്തം മുന്നണിയുടെ ഭാഗമായ ഒരു മുഖ്യമന്ത്രിയെ പിടിച്ചകത്തിടണം എന്ന് പറയുകയാണ്. ആരോടാണ്? പൊരുതുന്ന മറ്റേ വശത്ത് നിൽക്കുന്ന ഭരണകക്ഷിയായ NDAയോട് പറയുകയാണ്, നിങ്ങൾ എന്താണ് ഒരു വേർതിരിവ് കാണിക്കുന്നത്? അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലിട്ടില്ലേ, നിങ്ങൾ എന്താ പിണറായി വിജയനെ ഇടാത്തതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പിണറായി വിജയനെ ജയിലിലിടണമെന്ന് പറയാനാണോ രാഹുൽ ഗാന്ധി ഈ ചുരം കയറി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത്? അമേഠിയിലിരുന്ന് മത്സരിച്ചിട്ട് അത് രാഹുൽ ഗാന്ധി പറയണം, അല്ലാതെ കേരളത്തിൽ വന്നിട്ട് അത് പറയണ്ട എന്ന് കേരളത്തിലുള്ള മലയാളിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അതിനെതിരായ ഒരു വിധിയെഴുത്ത് കേരളത്തിൽ ഉണ്ടാകുന്നത് അത് LDFന് അനുകൂലമാകും എന്ന സ്ഥിതി നിലവിലുണ്ട്. അത് എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും UDFന് അനുകൂല തരംഗമാണ് എന്നൊക്കെ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചാലും അതല്ല. രാഹുൽ ഗാന്ധിയുടെ പരാമർശം എന്ന് പറയുന്നത് ഒരു ഹോട്ട് വോട്ട് ടോപ്പിക് തന്നെയാണ് കേരളത്തിൽ. രാഹുൽ ഗാന്ധി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, പറഞ്ഞിട്ടല്ലേ ഞാൻ മറുപടി പറഞ്ഞതെന്ന് പിണറായി വിജയൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ മുന്നണിക്കകത്ത് തന്നെ ഒരു ഒത്തൊരുമയില്ല. ഒത്തൊരുമയില്ലാത്തവർ ഇവിടെ ആളുകളെ കാണിക്കാൻ ഒരു ചക്കളത്തി പോരാട്ടം നടത്തുന്നു. അത് കണ്ട് വിശ്വസിച്ച് രണ്ട് കൂട്ടർക്കും വോട്ട് ചെയ്യണം. വോട്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോയി കഴിയുമ്പോൾ ഞങ്ങൾ പശ പോലെ ഒട്ടിക്കോളാം എന്നാണ് പറയുന്നത്. പക്ഷേ ആ പശ പഴയതുപോലെ ഒട്ടിക്കാൻ കേരളത്തിലുള്ളവർ തയ്യാറാകില്ല എന്നുള്ളതാണ് എന്റെ ഫൈനൽ. Meet the editors.